അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹമ്മദ് സഫ്വാനാണ്. ഞാനിന്നിവിടെ വന്നത്, പ്രിയമുള്ളവരെ, നമുക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോയിൽ പറയാൻ ശ്രദ്ധിച്ചേക്കണേ. കേട്ടു. ആയിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക, വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയട്ടെ, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു? ഇതൊരു കേട്ടോ, അതിലെത്ര പറയുന്നത് മൂല്യന്മാരൊക്കെ എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട താത്തയോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് ചത്തു ജീവിയെ കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ബാക്കി മുഴുവനായിട്ട് പഠിക്കണം. അത് നജസ് തന്നെയാണ്. ചത്ത വസ്തുക്കൾ നജസാണ്. വസ്തുക്കൾ ഞാൻ പറഞ്ഞുതരാം. വസ്തുക്കൾ മയ്യത്ത് നജസാണ്, അഥവാ ശവം നജസാണ്. ഒരു ആദമീ മനുഷ്യന്റെ ശവം ഒഴിച്ച്, സമക്കിൻ മത്സ്യത്തിൻ്റെയും ഒഴിച്ച്, ജറാദിൻ പക്ഷിയുടെയും ഒഴിച്ച്. ഏത് പക്ഷി? വെട്ടിക്കിളി പക്ഷി, ചെറുതാ. അറബ് നാടുകളിലൊക്കെയുള്ള ഒരു പക്ഷിയാണ് വെട്ടുകിളി. അതിനെയും അതുപോലെ തന്നെ മത്സ്യം, അതുപോലെ തന്നെ മനുഷ്യൻ, ഈ മൂന്ന് വർഗത്തിൻ്റെ ശവം നജസല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മൈത്തത്വം ശവം നജസാണെന്ന് തന്നെ പറയുന്നത്. ഒരു ആദമി സമക്കി ജറാദ്, ജറാദിന്റെയും ശരീരം ശവം അത് നജസല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോഴിയെ നജസ് മാറ്റി അത് ഹറാം മാറ്റി ഹലാലാക്കണമെങ്കിൽ നമ്മൾ അതിന് കഴുത്ത് ഇറക്കണം. അപ്പോൾ മരിക്കുന്ന മനുഷ്യന്മാരെ അവരെ ഹലാലാക്കി മരിപ്പിക്കാൻ വേണ്ടി അതിന്റെ കഴുത്തിൽ കത്തി വെക്കേണ്ടി വരുമോ? അതുപോലെ തന്നെ ഈ ചൂടമീൻ ഉണ്ടല്ലോ, ചെറിയ മീൻ. അപ്പോൾ ഇതിനെ കടലിൽ നിന്ന് ഇങ്ങനെ 10,500 മീനൊക്കെ ആയിരിക്കും ഒരു ചെറിയ കവറിനകത്ത് കൊള്ളുക. ചെറിയ മീനുണ്ട്, ഒരുപാട് കാണും. അപ്പോൾ ഇതിന് എല്ലാത്തിനെയും ഉസ്താദ്മാർ ബിസ്മില്ല ഇറക്കണമെന്നുണ്ടോ? അതുപോലെ തന്നെ വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ചെറിയ കിളിയാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ചെറിയ കിളി വെട്ടുകിളി. ഇതിനെയും ഇങ്ങനെ ഇരുന്ന് ബിസ്മില്ല ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അറിയില്ല. താത്തൊന്ന് പറഞ്ഞു, അതുപോലെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വിവരമില്ലായ്മ വിളിച്ചു പറയുന്ന ഒരു ചെറിയൊരു ഒരു പരിധി വേണം. അല്ലാഹു വിവരവും ഇൽമും തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.